നമസ്കാരം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരുന്ന മുദ്രാവാക്യമായിരുന്നു ഇത്. ഭരണത്തിലേറിയ ശേഷം അമേരിക്കയെ കരുത്തമാക്കാനും സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാനും വലിയ ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ പല തീരുമാനങ്ങളും അമേരിക്കൻ ജനതയെ ഏറെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി വിഭാഗങ്ങളെ. അതിന് അധികമൊന്നും ഉദാഹരണം ചെയ്യേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലോൺ മസ്ക് ആയിരുന്നു ട്രംപിൻ്റെ അടുത്ത സുഹൃത്ത്. ട്രംപ് അധികാരത്തിലെത്താൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തിയിരുന്നു ഇലോൺ മസ്ക്. വലിയ തോതിൽ സാമ്പത്തിക പിന്തുണയും നൽകി. എന്നാൽ ഭരണത്തിലേറിയതോടെ ട്രംപിൻ്റെ മട്ടുമാറി. ഇരുവരും കീരിയും പാമ്പുമായി. ഇന്ത്യ ഉൾപ്പെടെ സൗഹൃദ രാഷ്ട്രങ്ങളെ വെറുപ്പിക്കുന്നുവെന്ന വിമർശനം മറ്റ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഉണ്ട്. ഇന്ത്യക്ക് മേൽ 50% അധിക തീരുവ ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ നേരത്തെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഇപ്പോഴും അത് ചർച്ചയായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയേക്കാം. അതിന് പിന്നാലെയായിരുന്നു H-1B വിസയ്ക്ക് $1 ലക്ഷം ഫീസ് നിശ്ചയിക്കുന്ന ഞെട്ടിക്കുന്ന തീരുമാനവും ട്രംപ് ഭരണകൂടം കൈക്കൊണ്ടത്. നേരത്തെ H-1B വിസയ്ക്ക് $1,700 മുതൽ $5,000 വരെയായിരുന്നു ചെലവ്. അതായത് 1.49 ലക്ഷം മുതൽ 4.4 ലക്ഷം രൂപ വരെ മുടക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഈ തുക $1 ലക്ഷം ആക്കിയാണ് ഉയർത്തിയത്. അതായത് ഏകദേശം 88 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ മുടക്കേണ്ടതായി വരുന്നത്. ഈ പരിഷ്കരണം ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലെ IT മേഖലയെയും വൻതോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരെ, IT ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ ഈ നിയമം ബാധിക്കും എന്നാണ് കമ്പനി ഉടമകൾ തന്നെ വിലയിരുത്തുന്നത്. US വിട്ടുപോയ ജീവനക്കാരോട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരോട് അടക്കം എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് തിരികെ എത്തണമെന്ന് പല കമ്പനികളും ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ H-1B വിസ പരിഷ്കാരം വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതോടുകൂടി H-1B വിസ പരിഷ്കരണത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വൈറ്റ് ഹൗസ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. വർധനവ് പുതിയ അപേക്ഷകരെ മാത്രമേ ബാധിക്കുകയുള്ളൂവെന്നും നിലവിലെ H-1B വിസക്കാരും H-1B വിസ പുതുക്കുന്നവരും ഈ ഫീസ് നൽകേണ്ടതില്ല എന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച് ദിവസങ്ങൾ കഴിയും മുമ്പേ H-1B വിസ ഉത്തരവ് ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുകയാണ് US ഭരണകൂടം. നിലവിലുള്ള ലോട്ടറി സമ്പ്രദായം നിർത്തി അതിനു പകരം ഉയർന്ന വൈദഗ്ധ്യം, വേതനം തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തി വിദേശികൾ ആയവർക്ക് വിസ നൽകാനുള്ള നീക്കത്തിൽ ആണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ്. എല്ലാ വിസ അപേക്ഷകളെയും പരിഗണിക്കുന്ന ലോട്ടറി സമ്പ്രദായമാണ് നിർത്തലാക്കുന്നത്. അതിനു പകരം ഉയർന്ന വേതനം ലഭിക്കുന്നവരെ തെരഞ്ഞെടുത്ത് വിസ നൽകും. ഇതിലൂടെ വൈദഗ്ധ്യം ഉള്ളവരെ മാത്രം മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധരായ തൊഴിലാളികൾ മാത്രം അമേരിക്കയിൽ എത്തിയാൽ മതി എന്നാണ് US സർക്കാരിൻ്റെ നിലപാട്. അതേസമയം എല്ലാ വേതന തലങ്ങളിലുമുള്ള തൊഴിലാളികളെ നിലനിർത്താൻ തൊഴിൽ ഉടമകൾക്ക് അവസരം ലഭിക്കുമെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നുണ്ട്. H-1B വിസയിൽ അർഹതയുടെ മാനദണ്ഡമായി വാർഷിക വരുമാനമാണ് സർക്കാർ കണക്കിലെടുക്കുന്നത്. ഉയർന്ന ശമ്പളത്തിന് അമേരിക്കയിൽ ജോലി ലഭിക്കുന്നവർ വിദഗ്ധരായിരിക്കും എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. പ്രതിവർഷം $1,62,528 അതിനു മുകളിലോ ശമ്പളം ലഭിക്കുന്നവർക്ക് 4 തവണ വരെ വിസ അനുവദിക്കും. വാർഷിക വരുമാനം താരതമ്യേന കുറവുള്ളവർക്ക് 1 വർഷ കാലാവധിയിൽ മാത്രമേ വിസ അനുവദിക്കൂ. പുതിയ പരിഷ്കാരം വൈകാതെ നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. വിസയുടെ ഫീസ് വർദ്ധിപ്പിച്ചതിനൊപ്പം 3 വർഷ കാലാവധി 1 വർഷമായി വെട്ടിച്ചുരുക്കിയതായും അറിയിക്കുന്നുണ്ട്. അമേരിക്ക ആകെ അനുവദിക്കുന്ന H-1B വിസയിൽ 70% നേടുന്നത്
ഇന്ത്യൻ പൗരന്മാരാണ് എന്നതിനാൽ ഈ പരിഷ്കാരങ്ങൾ ഏറ്റവും അധികം പ്രതിഫലിക്കുക നമ്മുടെ രാജ്യത്തെ IT പ്രൊഫഷണലുകളെ ആകും.